വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാൻ ഫേസിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങളും മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഞാനൊരു ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഓക്സിഡൈസ് ആവുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഓക്സിഡൈസ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്ട് ഷെയ്ഡായിട്ട് തന്നെ മാറുക. ഞാനിവിടെ ഈ ഒരു ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതാണ് ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് ചെയ്യണത് കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു പൗഡർ വെച്ചിട്ട് ഫേസ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പാലറ്റിൽ നിന്ന് ഒരു ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതും വളരെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അത് ഒരുപാട് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടില്ല കേട്ടോ. ഇതേപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ മാർസിൻ്റെ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു സ്മോക്കി വരാൻ വേണ്ടിയിട്ട് അതേ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡോടെ എടുത്തിട്ട് നമ്മൾ ഐലാഷസിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു ഐലൈനർ എടുത്തിട്ട് ചെറുതായിട്ടൊരു റിംഗ് ലൈനർ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അധികം കട്ടിയിലല്ലാതെ വളരെ തിന്നായിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാജലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാജൽ ഞാൻ എൻഡിലാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാണ്. നെക്സ്റ്റ് ഞാൻ അതേ മാൾസിൻ്റെ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് ആ ഓറഞ്ച് ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും കൂടി ഒരു കളർ വരുന്നത് പോലെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പ് നല്ലതുപോലെ തന്നെ ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിലേക്ക് ആവണ രീതിയിൽ ഞാൻ നല്ലതുപോലെ തന്നെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്ക് ലാക്മേയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ചോക്ലേറ്റ് ക്രഷ് ആണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡെയിലി വെയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു പൊട്ട് കൂടെ വെച്ചെടുക്കാം. പൊട്ട് ഞാൻ ഒരു റെഡ് പൊട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റെഡ് പൊട്ട് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് ഉള്ളതുപോലെ ഫേസ് തോന്നിക്കും. അതുകൊണ്ടാണ് റെഡ് പൊട്ട് എടുത്തിട്ടുള്ളത്. ആ പൊട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഉണ്ടാവുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ റെഡ് പൊട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഈ ഒരു കമ്മലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ജുംക്കയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ ഉണ്ടാവും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ഈ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.